പിന്നെന്താ എനിക്ക് കുറയ്ക്കാനോ തയ്ച്ചാൽ മതി ഈ തന്നെ ഡോർ നോക്കണം. Good afternoon, all. Good afternoon, Miss. Good afternoon, Miss. Okay, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. Then ഇപ്പോൾ നമ്മൾ ഹൗസ് കീപ്പിംഗ് സർവീസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഓക്കെ അല്ലേ? അവിടെ വരെയല്ലേ നമ്മൾ നിർത്തിയത്? ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് വരെ. ഓക്കെ. Then ഇനി നമ്മൾ പറഞ്ഞു ഓരോ ടൈപ്പ് ക്ലീനിങ്സിനെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. പേഷ്യന്റിന്റെ റൂം എങ്ങനെ ക്ലീൻ ചെയ്യുന്നു, then ബാത്റൂം ക്ലീനിങ്, ടെർമിനൽ റൂം ക്ലീനിങ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലീനിങ്സിനെ കുറിച്ചാണ് ഇനി നമ്മൾ നോക്കുന്നത്. അതിലെ ഫസ്റ്റ് വൺ ക്ലീനിങ് ഡ്യൂട്ടീസ് ഫോർ പേഷ്യന്റ് റൂംസ്. പേഷ്യന്റിന്റെ റൂം ക്ലീൻ ചെയ്യുമ്പോഴുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് പേഷ്യന്റിന്റെ റൂം ക്ലീൻ ചെയ്യുമ്പോൾ ഈ ഹൗസ് കീപ്പേഴ്സ് ചെയ്യുന്നത് നോക്കാം. വാഷ് ആൻഡ് സാനിറ്റൈസ് ഹാൻഡ്സ്, വെയർ ഡിസ്പോസബിൾ ഗ്ലൗസസ്. വാഷ് ആൻഡ് സാനിറ്റൈസ് ഹാൻഡ്സ് അല്ലെ, കൈകള് എപ്പോഴും വാഷ് ചെയ്യണം, സാനിറ്റൈസർ ഉപയോഗിക്കണം. ദെൻ വിയറിംഗ് ഡിസ്പോസബിൾ ഗ്ലൗസ് അല്ലെ, നമ്മൾ ക്ലീനിങ് വർക്കുകൾ ചെയ്യുമ്പോൾ ഗ്ലൗസ് ധരിച്ചിരിക്കണം. Then leave cleaning cart in hall. Set up a safety sign outside the door. റൂം ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ക്ലീൻ ചെയ്യുമ്പോൾ ആ ഒരു ക്ലീനിങ് കാർട്ട് വെക്കാവുന്ന. എന്താ ക്ലീനിങ് കാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലീനിങ് കാർട്ട് അതായത് ക്ലീനിങ്ങിന്റെ സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് ഇങ്ങനെ വീലുള്ള ടൈപ്പ് നമ്മൾ ഒന്നിക്കൊണ്ട് പോലെ ഡിഫറെന്റ് ടൈപ്പ്. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ നിങ്ങൾ കാർട്ട് കണക്കുണ്ടാവും. എക്യുപ്മെന്റ്സുകൾ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ മെഡിസിൻസുകളൊക്കെ കൊണ്ടുപോകാനായിട്ടുള്ള ട്രോളി പോലുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോ അതുപോലെ തന്നെയുള്ളൊരു കാർട്ടാണ് ഇത്. അതായത് നമ്മൾ ഈ ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന വസ്തുക്കളൊക്കെ ഊന്നിക്കൊണ്ടുപോകാനായിട്ട് നമ്മൾ ആ ഒരു ക്ലീനിങ് കാർട്ട് റൂമിൽ വെച്ചിരിക്കണം. പിന്നെ അതിൽ ഇതുപോലെ ലോഷനും മറ്റും ക്ലീനിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വെക്കാനായിട്ട്. ദെൻ അതുപോലെ നമ്മൾ റൂം ക്ലീൻ ചെയ്യുമ്പോൾ പുറത്ത് ഒരു സേഫ്റ്റി സൈനും കൂടി വെക്കുകയാണ്. ക്ലീനിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒരു സേഫ്റ്റി സൈൻ ബോർഡും കൂടി പുറത്ത് ഡോറിന് പുറത്തായിട്ട് വെച്ചിരിക്കണം. ദെൻ ഇൻസ്റ്റന്റ്ലി സ്ട്രൈറ്റൻ റൂം. റൂമൊക്കെ സ്ട്രൈറ്റ് പെട്ടെന്ന് തന്നെ നേരെയാക്കാന്ന് വെച്ചാൽ എന്താണ്, ആകെ അലങ്കോലപ്പെട്ട് കിടക്കുന്ന റൂമൊക്കെ ആണെങ്കിൽ അത് ക്ലീൻ ചെയ്ത് പെട്ടെന്ന് തന്നെ അത് സ്ട്രൈറ്റൻ ആക്കാം. Then begin and rely trash cans. ട്രാഷ് ക്യാൻസ് എന്ന് പറഞ്ഞാല് ചവിട്ടി കൂട്ടി ഉണ്ടല്ലോ, വേസ്റ്റ് കൂട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നേരെയാക്കാം, റിലൈൻ ചെയ്യാതെ. ഇപ്പൊ നടന്നു നിൽക്കുന്നതാണെങ്കിൽ അത് എന്ത് ചെയ്യണം, ആ വേസ്റ്റ് ഒക്കെ മാറ്റിക്കൊണ്ട് പുതിയൊരു വേസ്റ്റ് ബിന്നൊക്കെ വെക്കുക. Then clean and sanitize high touch areas. നമ്മുടെ ഹൈ ടച്ച്, അതായത് ഹൈ ടച്ച് ഏരിയാസുകൾ ക്ലീൻ ചെയ്യണം എന്ന് മീൻസ് നമ്മൾ ടച്ച് ചെയ്യുന്ന ആ ഒരു റൂമിലെ എല്ലാ ഏരിയകളും, ഇപ്പൊ സ്വിച്ച് ബോർഡും അങ്ങനെയുള്ള എല്ലാ ഏരിയകളും എന്ത് ചെയ്യുക, ക്ലീൻ ചെയ്യുക. ഡസ്റ്റ് എയർ വെന്റ്സ് ലൈറ്റ്സ് ടെലിവിഷൻ സെറ്റ്സ് ആൻഡ് വിൻഡോ സീൽസ്. ഇതാണ് പറയുന്നത്, അതായത് ജനൽപ്പടികളൊക്കെ ക്ലീൻ ചെയ്യണം. അതുപോലെ തന്നെ എയർ വെന്റ്സ് മീൻസ് വെന്റിലേഷൻസുകളൊക്കെ ഉണ്ടല്ലോ, വെന്റിലേഷനുകളൊക്കെ ക്ലിയർ ചെയ്യണം. അതുപോലെ തന്നെ എന്താണ്, ലൈറ്റ് ടെലിവിഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ പൊടിപടലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ക്ലീൻ ചെയ്യാം. ഓക്കെ.
Then sanitize and sterilize bedside commode. Commode എന്ന് പറഞ്ഞാൽ എന്താണ്? കമോഡ്. അതായത് ബെഡ്സൈഡ്, ബെഡ് ഇപ്പൊ പേഷ്യന്റ് കിടക്കുന്ന ബെഡിന്റെ സൈഡ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? അത് സാനിറ്റൈസ് ചെയ്യണം, സ്റ്റെറിലൈസ് ചെയ്യാം. അതുപോലെ തന്നെ ബിസൈഡ് കമോഡ്. കമോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മള് ഈ കിടപ്പായിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ഉപയോഗിക്കാനുള്ള പാത്രം വെക്കില്ല, അവർക്ക് തുപ്പാനും മറ്റ് ഇപ്പോ യൂറിൻ പാസ് ചെയ്യാനൊക്കെ ആണെങ്കിൽ മീൻസ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു നമ്മളൊരു പാത്രം വെക്കാനൊക്കെ പറയും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീട്ടിൽ ഇപ്പോ പ്രായമുള്ളവരൊക്കെയാണ് കിടപ്പ് രോഗികളൊക്കെ ആണെങ്കിൽ ഉപയോഗിക്കുന്നത്. സോ അതും സ്റ്റെറിലൈസ് ചെയ്യാൻ സാനിറ്റൈസ് ചെയ്തിരിക്കണം. Then wipe down countertops, check furniture, disinfect door handles. അതുപോലെ തന്നെ കൗണ്ടർ ടോപ്സ്, മുകൾ ഭാഗമൊക്കെ റൂമിന്റെ കൗണ്ടർ ടോപ്സ് ഒക്കെ ക്ലീൻ ചെയ്യാം. അതുപോലെ തന്നെ എന്താണ്? ഫർണിച്ചർ ഒക്കെ ഉണ്ടെങ്കിൽ അഴുക്കൊക്കെ ഉണ്ടോ, പൊടികളൊക്കെ ഉണ്ടെന്ന് നോക്കാം. Then door handles ഡിസിൻഫെക്ട് ചെയ്യണം. കാരണം നമ്മള് റൂമിന്റെ ഡോറിന്റെ ഹാൻഡിൽസ് എപ്പോഴും എല്ലാവരും അത് കൈ തൊടുന്നതാണ് അല്ലെ? അപ്പൊ അത് എന്ത് ചെയ്യാം? സാനിറ്റൈസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് പേഷ്യന്റിന്റെ റൂം ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഡ്യൂട്ടികൾ. ഹൗസ് കീപ്പേഴ്സ് ചെയ്യുന്ന ക്ലീനിങ് ഡ്യൂട്ടീസ് ആണ് പേഷ്യന്റ് റൂംസിൽ ചെയ്യുന്നത്. ഇത്രയുമാണ്. ഓക്കെ, വായിച്ചു നോക്കുക കേട്ടോ. അണ്ടർലൈൻ ഒന്നും ചെയ്യേണ്ട, എന്തൊക്കെയാണെന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇതെല്ലാം പോയിന്റ്സുകളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ റൂം, ഇപ്പൊ പേഷ്യന്റിന്റെ റൂം ആണെങ്കിലും പേഷ്യന്റ് റൂം ബാത്റൂം ക്ലീനിങ്ങും അതുപോലെ ടെർമിനലും ഓരോ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. അത് മനസ്സിലാക്കി വെക്കുക. അത് ബൈ ഹാർട്ട് ഒന്നും പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല, മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. എളുപ്പം കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ. Then patient room bathroom cleaning procedures. പേഷ്യന്റിന്റെ റൂം, പേഷ്യന്റിന്റെ ബാത്റൂം എങ്ങനെ ക്ലീൻ ചെയ്യുന്ന പ്രൊസീജിയർ. Empty and sanitized trash can needed. Replace liners, means covers. അതായത് നമ്മള് അവിടെയുള്ള വേസ്റ്റ് ബിൻ എന്ത് ചെയ്യണം? ട്രാഷ് എന്ന് വെച്ചാല് വേസ്റ്റ് ചവിട്ടി കൂട്ട എന്ത് വേണം? അതിനെ മുക്തമാക്കുകയും ചെയ്യാം. ദെൻ നമ്മൾ അതിനെ കവറിലോട്ട്, മീൻസ് ആ വേസ്റ്റുകളൊക്കെ മാറ്റി ഒരു കവേഴ്സിലോട്ടും മറ്റും മാറ്റിയിട്ട് ചേഞ്ച് ചെയ്യാം. Then sanitize touch points. ടച്ച് പോയിന്റ്സുകളെല്ലാം സാനിറ്റൈസ് ചെയ്യണം. എന്തൊക്കെയാണ് ടച്ച് പോയിന്റ്സ്? ലൈറ്റ് സ്വിച്ചസ്, ഡോർ നോബ്സ്, ഹാൻഡ് റെയിൽസ്. ലൈറ്റിന്റെ സ്വിച്ചസ് നമ്മൾ എല്ലാവരും ടച്ച് ചെയ്യുന്ന ഒരു ഏരിയയാണ് അല്ലെ? ആ ലൈറ്റിന്റെ സ്വിച്ചസ്, അതുപോലെ തന്നെ ഡോർ നോബ്സ്, ഡോറിന്റെ നമ്മൾ ഹാൻഡിൽ വെക്കുന്നല്ലോ അത്, അതുപോലെ ഹാൻഡ് റെയിൽസ്, നമ്മളിപ്പോ കൈവഴികൾ ഉണ്ടല്ലോ, നമ്മളിപ്പോ പിടിച്ചിറങ്ങുന്ന ഇപ്പൊ സ്റ്റെപ്സിന്റെയൊക്കെ ആണെങ്കിൽ ഹാൻഡ് റെയിൽസ് പോലെ. സോ നമ്മള് സ്റ്റെപ്പിലേക്കുള്ള കൈവഴികൾ പോലുള്ള ഏരിയകൾ നമുക്ക് പിടിച്ചിറങ്ങാം. പേഷ്യന്റ് ഇങ്ങനെ പിടിക്കുന്ന ആ ഒരു കൈവഴികൾ, ഇതൊക്കെയാണ് നമ്മൾ സാനിറ്റൈസ് ചെയ്തിരിക്കണം. Then clean and sanitize showers, tubs and sinks. ടോയ്ലറ്റിലെ ഷവർ, ടബ്, അതുപോലെ തന്നെ സിങ്ക് ഒക്കെ എന്ത് ചെയ്യണം? സാനിറ്റൈസ് ചെയ്യണം, ക്ലീൻ ചെയ്യണം. Then clean and sanitize toilet bowl, then seat, tank and flush handle. അതുപോലെ തന്നെ ടോയ്ലറ്റ് ബൗൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഇതുപോലെ തന്നെ ബാത്റൂമിന്റെ ഉള്ളിൽ ക്ലോസറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ അത്, അതുപോലെ തന്നെ സീറ്റ്, ദെൻ ടാങ്ക്, ഫ്ലഷ് ടാങ്ക്, ഫ്ലഷിന്റെ ഹാൻഡില് നമ്മളൊക്കെ ടച്ച് ചെയ്യുന്ന ഏരിയകളാണ് അല്ലെ? അപ്പൊ ഇതെല്ലാം എന്ത് വേണം? ക്ലീനും ചെയ്യണം, ഒപ്പം എന്ത് വേണം? സാനിറ്റൈസർ കൂടി ചെയ്തിരിക്കണം. ഇത്രയുമാണ് നമ്മള് ബാത്റൂം ക്ലീനിങ് ഹൗസ് കീപ്പേഴ്സിന്റെ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. സോ പലതരത്തിലുള്ള അസുഖങ്ങളുള്ള പേഷ്യൻസ് ആയിരിക്കും വരുന്നത് അല്ലെ? സോ അപ്പോ അവർ ഉപയോഗിച്ചിട്ടുള്ളത് നമ്മൾ സാനിറ്റൈസ് ചെയ്യണം. പുതിയൊരു അടുത്തൊരു പേഷ്യന്റിന് വേണ്ടി നമ്മൾ ആ ഹോം ഒരുക്കുമ്പോൾ അത് നമ്മൾ അത്രയും ക്ലീനും ആയിരിക്കണം, അതുപോലെ തന്നെ എന്താണ്? സാനിറ്റൈസും ചെയ്തിരിക്കണം. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ അവർ റൂം വെക്കേറ്റ് വേറൊരാൾ പോയിട്ടുണ്ടെങ്കിൽ അവർ ക്ലീൻ ചെയ്തിട്ടാണ് അടുത്തൊരു പേഷ്യന്റിനെ ആ ഒരു റൂമിലേക്ക് കൊണ്ടുപോകുന്നത് അല്ലേ? ആണോ? ഹോസ്പിറ്റലിലൊക്കെ നമ്മളെ അഡ്മിറ്റ് ആകുമ്പോൾ അങ്ങനെയല്ലേ? ഇപ്പൊ ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ആയി പോയതിനു ശേഷം എന്ത് ചെയ്യും? അവര് അവിടെ എല്ലാം സാനിറ്റൈസ് ഒക്കെ ചെയ്ത് ക്ലീൻ ചെയ്തിട്ടാണ് അടുത്തൊരു പേഷ്യന്റിന് നമ്മൾ ആ ഒരു റൂം കൊടുക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ്? അസുഖങ്ങളും ഇൻഫെക്ഷൻ ഒക്കെ വരാനൊക്കെ ചാൻസ് ഉണ്ട്. ഓക്കെ,
വായിച്ചു നോക്കാം കേട്ടോ. പേഷ്യന്റ് റൂം ബാത്റൂം ക്ലീനിങ് പ്രൊസീജിയേഴ്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ടെർമിനൽ റൂം ക്ലീനിങ് ടാസ്ക്. ടെർമിനൽ റൂം ക്ലീനിങ് ടാസ്ക്. ടെർമിനൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ശക്തമായിട്ടുള്ള ഒരു ഡീപ് ക്ലീനിങ് ആണ് അല്ലെ. നമ്മൾ പറഞ്ഞു നമ്മൾ എല്ലാവരും നമ്മുടെ വീട്ടിൽ ഇതുപോലെ സൺഡേ ആയിരിക്കും വേണമെങ്കിൽ ടെർമിനൽ ക്ലീനിങ് ചെയ്യുന്നത് ആണോ? ഇപ്പൊ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിലൊക്കെ അവർക്ക് എല്ലാ ദിവസവും നമ്മൾ വീട്ടിൽ ക്ലീൻ ചെയ്യും അല്ലെ. എങ്കിലും ഒരു ഡീപ്പായിട്ട് അല്ലെങ്കിൽ ടെർമിനൽ ആയിട്ടുള്ള ക്ലീനിങ് എന്ന് പറയുന്നത് മിക്കപ്പോഴും ഒരു സൺഡേ ആയിരിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ വല്ല ഹോളിഡേസ് ഒക്കെ വരുമ്പോഴായിരിക്കും നമ്മൾ ഒരു ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്നത് അല്ലെ. ആണോ? ചെയ്യാറില്ലേ നിങ്ങള്? ഡീപ് ക്ലീനിങ് ഒന്നും ഇല്ല, ആരും ചെയ്യാറില്ല. ഓക്കെ, പിന്നെ യാതൊരു പ്രതികരണവും ഇല്ല ഞാൻ പറഞ്ഞിട്ട്, അതുകൊണ്ട് ചോദിച്ചാണ് കേട്ടോ. യാതൊരു റെസ്പോൺസും ഇല്ല, അപ്പൊ അതുകൊണ്ട് ചോദിച്ചതാ. അല്ലെ, നമ്മൾ ഞായറാഴ്ചയൊക്കെ ആണെങ്കിൽ ഡീപ് ക്ലീനിങ് ചെയ്യാറ് അല്ലെ, എല്ലാവരും വീട്ടിലുള്ള ദിവസം. അല്ലെങ്കിൽ ഇപ്പൊ വർക്കൊക്കെ പോണവരാണെങ്കിൽ ബാക്കി വർക്കിംഗ് ഡേയ്സിലൊന്നും ചെയ്യാൻ പറ്റില്ല. നോർമൽ ക്ലീനിങ് ഡെയിലി ചെയ്യുന്നുണ്ടാകും, അടിക്കലും വൃത്തിയാക്കലൊക്കെ ഉണ്ടാകും. എങ്കിലും ഡീപ്പായിട്ട് നമ്മൾ പറയില്ലേ, മുക്കും മൂലയും നമ്മുടെ വീടും പരിസരവും പറമ്പും ഇതെല്ലാം ക്ലീൻ ചെയ്യുന്നത് എപ്പോഴാണ്? ഓഫ് ഡേയ്സിലായിരിക്കും അല്ലെ. അതായത് സൺഡേ ആയിരിക്കാം കൂടുതലും പ്രിഫർ ചെയ്യുന്നത് അല്ലെ. സോ അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെയും ടെർമിനൽ ക്ലീനിങ് ഉണ്ട്. അവര് ഡെയിലി ക്ലീനിങ്ങും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, എങ്കിലും ഒരു ടെർമിനൽ റൂം ക്ലീനിങ് കൂടി അവിടെ ചെയ്യുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ് ഈ ടെർമിനൽ റൂം ക്ലീനിങ്ങിൽ ചെയ്യുന്നത് നോക്കാം. മേക്ക് ഫോം ദാറ്റ് ദ പേഷ്യന്റ് ഹാസ് ബീൻ ഡിസ്ചാർജ്ഡ് ആൻഡ് റൂം വെക്കൻറ്റ്. ടെർമിനൽ റൂം ക്ലീനിങ് ആണ്, അതായത് പേഷ്യന്റിന്റെ ടെർമിനൽ റൂം ക്ലീനിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. സോ മേക്ക് ഫോം ദാറ്റ് ദ പേഷ്യന്റ് ഹാസ് ബീൻ ഡിസ്ചാർജ്ഡ് ആൻഡ് റൂം വെക്കൻറ്റ് അല്ലെ. ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പൊ ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്തു, റൂം വെക്കൻറ്റ് ചെയ്തു എന്ന് ആദ്യം ഉറപ്പുവരുത്തുന്നു. Then perform hand hygiene. Wear gloves, place safety sign outside the door. ആ റൂം നമ്മൾ ക്ലീൻ ചെയ്യാൻ പോണേണ്. സോ ഹൈജീൻ ആയിരിക്കണം, ഹാൻഡ് ഹൈജീൻ വേണം. അതിനുവേണ്ടി നമ്മൾ ഗ്ലൗസ് ധരിക്കുക. ദെൻ നമ്മൾ ഔട്ട്സൈഡ് ഡോറിന്റെ പുറത്തായിട്ട് ക്ലീനിങ് എന്നുള്ളൊരു സൈൻ ബോർഡ് എന്തെങ്കിലും വെക്കുക. ദെൻ ഡിസിൻഫെക്ട് മെറ്റേഴ്സ് ടോപ്പ് ബോട്ടം ആൻഡ് സൈഡ്സ്. ബെഡിന്റെ മുകളിലും ദെൻ ബോട്ടം താഴെയും സൈഡുകളെല്ലാം എന്ത് വേണം? അണുമുക്തമാക്കണം. നമ്മൾ അവിടെ എല്ലാം സ്റ്റെറിലൈസ് ചെയ്തിരിക്കണം. Then replace cover, bed cover, pillow cover. അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് പോയി അവർ ഉപയോഗിച്ച ആ ഒരു ബെഡ് കവറും അതുപോലെ തന്നെ പില്ലോ കവറൊക്കെ മാറ്റിയിട്ട് അടുത്തൊരു പേഷ്യന്റ് വരുമ്പോൾ നമ്മൾ പുതിയൊരു ബെഡ്ഷീറ്റും പില്ലോ കവറൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. സോ അതൊക്കെ എന്ത് ചെയ്യാം? റീപ്ലേസ് ചെയ്യുക. Then vacuum and polish furniture. Don't cushions, not stains or damage. അല്ലെ, vacuum and polish furniture. ഫർണിച്ചർ വാക്യൂം ചെയ്യണം, പോളിഷ് ചെയ്യാം. വാക്യൂം ചെയ്യാന്ന് വെച്ചാൽ അഴുക്കുകളൊക്കെ വലിച്ചെടുക്കുമല്ലോ. വാക്യൂം ക്ലീനർ ഉപയോഗിച്ചിട്ട് അതിനെ ചെയ്യുക. അതുപോലെ തന്നെ ഫർണിച്ചർ, ഡോൺ കുഷീൻസ്, കുഷീൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് എന്ത് വേണം? ക്ലിയർ ചെയ്യണം, ക്ലീൻ ചെയ്യണം. അതുപോലെ തന്നെ നോട്ട് സ്റ്റെയിൻസ് ഓർ ഡാമേജ്, എന്തെങ്കിലും കറകളോ പാടുകളൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കണം ഈ ടൈമില്. ഡീപ് ക്ലീനിങ് ആണത്. സോ എന്തെങ്കിലും കറകളോ അല്ലെങ്കിൽ ഡാമേജസുകളോ പൊട്ടലോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ക്ലീൻ ആൻഡ് സാനിറ്റൈസ് മെഡിക്കൽ എക്യുപ്മെന്റ്. മെഡിക്കൽ എക്യുപ്മെന്റ്സുകൾ ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. വീൽ ചെയർ, IV പോൾസ് എക്സെട്ര. വീൽ ചെയർ ഒക്കെ നോക്കുക. അതുപോലെ തന്നെ IV പോൾസ്. എന്താ IV പോൾസ് എന്ന് പറയുന്നത്? IV പോൾസ് ഇൻട്രാവീനിയസ് പോൾസ്. നമ്മള് എന്താ പറയാ, ഡ്രിപ്പ് ഇടാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, IV പോൾസ്. സോ അത് കൃത്യമായിട്ടും എന്ത് വേണം? ക്ലീൻ ചെയ്യണം, സാനിറ്റൈസ് ചെയ്തിരിക്കണം. ചെക്ക് ആൻഡ് ഫിൽ സോപ്പ് ആൻഡ് പേപ്പർ ടവൽ ഡിസ്പെൻസേഴ്സ് അല്ലെ. അതായത് ഇപ്പോ ടോയ്ലറ്റ് ബാത്റൂമിലൊക്കെ ആണെങ്കിലും സോപ്പ് ഒക്കെ ഉണ്ടെങ്കിലും അത് റീഫില്ല് ചെയ്യണം. അതുപോലെ തന്നെ പേപ്പർ ടവലും നാപ്കിൻസുകളും പോലുള്ള അത് അവിടെ കൃത്യമായിട്ട് വെക്കാവുന്നു. ക്ലീൻ ആൻഡ് സാനിറ്റൈസ് പേഷ്യന്റ് ബാത്റൂം. സ്വീപ്, വെറ്റ്, മോപ്പ് ആൻഡ് സാനിറ്റൈസ് ഓൾ ഫ്ലോർസ്. അതുപോലെ തന്നെ പേഷ്യൻസിന്റെ ബാത്റൂം ക്ലീൻ ചെയ്യണം, സാനിറ്റൈസ് ചെയ്യുക.
Then sweep, wet mop and sanitize all floors. എല്ലാ ഫ്ലോർസും എന്ത് വേണം, അടിക്കുക. Then അത് വൃത്തിയാക്കണം, സാനിറ്റൈസ് ചെയ്തിരിക്കണം. ഇങ്ങനെയാണ് നമ്മളൊരു ടെർമിനൽ റൂം ക്ലീനിങ് ടാസ്കിൽ പറയുന്നത്. ഇപ്പോ ഇത് ഹോസ്പിറ്റലിലെ കാര്യമാണ് പറഞ്ഞത്. നമ്മൾ നമ്മളുടെ വീടുകളിലാണെങ്കിലും ഏകദേശം ഇതുപോലെ തന്നെയല്ലേ ടെർമിനൽ ക്ലീനിങ് ചെയ്യുന്നത്? ആണോ? ചെട്ടിയും കൃഷിയും എല്ലാം നമ്മളൊന്ന് ഒന്ന് പൊടിപടലങ്ങളൊക്കെ ഉണ്ടോന്നൊക്കെ ഒന്ന് നോക്കും അല്ലെ, ഏറ്റവും ടോപ്പില്. അതുപോലെ തന്നെ നമ്മളുടെ ബാത്റൂം ക്ലീനിങ് ഒക്കെ നമ്മൾ ചെയ്യും, ഡീപ്പായിട്ട് ചെയ്യും. അതുപോലെ തന്നെ ബെഡ് അല്ലെ, ബെഡ്ഷീറ്റ് ഒക്കെ മാറ്റും, ബെഡ് കവർ ഒക്കെ മാറ്റും. വേണമെങ്കിൽ ബെഡൊക്കെ ഒന്ന് പുറത്തോട്ടൊക്കെ പിടിച്ചൊന്ന് വെയിലത്തോട്ടൊക്കെ കൊണ്ടിടും ഇല്ലേ? ചെയ്യാറില്ലേ? നമ്മളെല്ലാരും ചെയ്യുന്ന കാര്യങ്ങളല്ലേ? ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെ. ബെഡ് കവറൊക്കെ ഒന്ന് പിടിച്ച് മാറ്റുക, അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് ബെഡ് ഒന്ന് എടുത്ത് വെയിലത്തോട്ടിടും. സെറ്റി അല്ലെങ്കിൽ ജീൻസ് ഒക്കെ പറ്റുന്നതൊക്കെ ആണെങ്കിൽ നമ്മളൊന്ന് പുറത്തോട്ടൊക്കെ വന്നിട്ട് വെയിലൊക്കെ കാണിക്കും അല്ലെ? ഞാനും നിങ്ങളും അടക്കം എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലെ? അപ്പൊ ഒരു ഡീപ് ക്ലീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. നമ്മളും എല്ലാവരും ഇങ്ങനെ ഒരു ഡീപ് ക്ലീനിങ് ചെയ്യുന്നത് ആഴ്ചയിൽ ഒരിക്കലും ഒരു ഡീപ് ക്ലീനിങ് വേണം. അറ്റ്ലീസ്റ്റ് ഒരു 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ഒരു ഡീപ് ക്ലീനിങ് നമ്മൾ വീടുകളിലും ചെയ്യുന്നത് നല്ലതാണ് അല്ലെ? ഒരുപാട് പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ പ്രത്യേകിച്ച് എന്താണ്, ചൂട് സമയമാണ് അല്ലെ? അതിനിടയ്ക്ക് ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും ചൂട് കൂടുമ്പോൾ അതനുസരിച്ചിട്ട് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, പെട്ടെന്ന് അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ ഒരു ഡീപ് ക്ലീനിങ് എപ്പോഴും നല്ലതാണ് അല്ലെ? ചൂടൊക്കെ അല്ലേ അത്യാവശ്യം? മഴയുണ്ടോ എല്ലാവർക്കും? മഴയുണ്ടോ ഇപ്പോ? ചില ദിവസങ്ങളിലായിട്ട് ഇടയ്ക്ക് ചെറിയ മഴയൊക്കെ കിട്ടുന്നുണ്ട്. നിങ്ങളുടെ അവിടെ ഉണ്ടോ മഴയൊക്കെ? മഴയാണ് അല്ലെ? ഓക്കെ, ഇന്ന് മോർണിംഗ് ഒക്കെ നല്ല മഴയിടും അല്ലെ? ഓക്കെ. ദെൻ അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ടെർമിനൽ റൂം ക്ലീനിങ്ങിൽ വരുന്നത് കേട്ടോ. ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. സെയിം കാര്യങ്ങൾ ഹോസ്പിറ്റലിലും കുറച്ചും കൂടി ഒന്ന് ടെർമിനലായിട്ട് ചെയ്യാമെന്ന് മാത്രം. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. ടെർമിനൽ റൂം ക്ലീനിങ്. കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണോ ഞാൻ ചോദിക്കണില്ല, കാരണം മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് എഴുതിയിരിക്കുന്നത് അല്ലെ? അത്ര ടഫ് ഒന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത് തന്നെയാണ്. ഓക്കെ, ദെൻ ഡെയിലി ഹൗസ് കീപ്പിംഗ് ഫോർ അതർ ഹോസ്പിറ്റൽ ഏരിയ. ഹോസ്പിറ്റലിലെ മറ്റു ഏരിയകളിലുള്ള ഡെയിലി ആയിട്ടുള്ള ഹൗസ് കീപ്പിംഗ് വർക്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ക്ലീനിങ് അപ്പ് ആൻഡ് സാനിറ്റൈസ് സർഫേസ് contaminated by bodily fluids as per protocols. Cleaning up and sanitize surface. അതായത് ഇപ്പൊ ബോഡി ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് എക്സാമ്പിൾ പറയാ? ബ്ലഡ്, മുക്കസ്, പസ്, അതുപോലെയുള്ള ബോഡി ഫ്ലൂയിഡ്സ് അല്ലെ? ഈ ബോഡി ഫ്ലൂയിഡ്സിനാല് മലിനമായിട്ടുള്ള ഉപരിതലങ്ങള് ക്ലീൻ ചെയ്യാൻ വേണം, സാനിറ്റൈസ് ചെയ്യണം പ്രോട്ടോകോൾസ് അനുസരിച്ചുകൊണ്ട്. അണുക്കളൊക്കെ വരുമല്ലോ, മറ്റു അസുഖങ്ങളും അതുപോലെ ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണം, സാനിറ്റൈസ് ചെയ്യുക. അത് ഗ്ലൗസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ക്ലീൻ ചെയ്യേണ്ടതും സാനിറ്റൈസ് ഒക്കെ ചെയ്യേണ്ടത്. സെക്കൻഡ് വൺ, reinstate sharp containers when 3 quarters full. അതുപോലെ തന്നെ നമ്മൾ എന്താണ്, reinstate sharp containers, അതായത് നമ്മൾ വേസ്റ്റ് ഇടുമല്ലോ, ഷാർപ്പ് വേസ്റ്റ് ഇടുന്ന കണ്ടെയ്നേഴ്സുകൾ ഒരു 3/4 ഭാഗമാകുമ്പോഴേക്കും അതിന് നമ്മൾ മാറ്റിയിട്ട് നമ്മൾ വീണ്ടും നിക്ഷേപിക്കാണ്. കംപ്ലീറ്റ് കളയാനായിട്ട് കാത്തിരിക്കേണ്ട, ഒരു 3/4 ഭാഗമാകുമ്പോഴേക്കും അത് ചേഞ്ച് ചെയ്യണം. Then confirm floors are free of debris and tripping hazards. Confirm floors, അതായത് ഫ്ലോറിൽ മറ്റ് അവശിഷ്ടങ്ങള്, ഇപ്പൊ മറ്റെന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, വേസ്റ്റുകളാകാം, ഇപ്പൊ ഫുഡ് വേസ്റ്റുകളാവാം, മറ്റെന്തെങ്കിലും അവശിഷ്ടങ്ങൾ
ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ ട്രിപ്പിംഗ് ഹസാർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതുപോലെ നമ്മള് ഇപ്പോ അപകടങ്ങള് മീൻസ് വീഴാൻ സാധ്യതയുള്ളതോ അങ്ങനെയുള്ള അപകടങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. അതായത് ക്ലീൻ മീൻസ് ഫ്ലോർ എപ്പോഴും ക്ലീൻ ആണെന്ന് ഉറപ്പുവരുത്തുക. ഇമ്മീഡിയറ്റ്ലി ക്ലീൻ അപ്പ് സ്പിൽസ് ഓൺ ക്ലോത്ത്സ് ആൻഡ് ഫർണിച്ചർ. അതുപോലെ തന്നെ എന്താണ്? ഫർണിച്ചറുകളിലും അതുപോലെ തന്നെ നമ്മുടെ ഫ്ലോർസിലും എന്തെങ്കിലും ചോർച്ചയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ എന്ത് വേണം? ക്ലീൻ ചെയ്യുക. Keep an eye on personal belongings left by patients and visitors. ഇപ്പൊ പേഷ്യൻസും വിസിറ്റേഴ്സും വരുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും താഴേക്ക് വീണിട്ടുണ്ടോ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കാറ്. തറയിൽ എന്തെങ്കിലും കിടക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. Coordinate cleaning efforts with the cafeteria staff. Wipe and sanitize table chairs. അതുപോലെ തന്നെ കഫ്റ്റീരിയയിലെ സ്റ്റാഫുകളുമായിട്ടും കോർഡിനേറ്റ് ചെയ്തിട്ട് ക്ലീനിങ് പ്രവർത്തനങ്ങൾ ചെയ്യാവുന്ന. ടേബിളും ചെയേഴ്സ് ഒക്കെ എന്ത് വേണം? വൈപ്പ് ചെയ്യുക, സാനിറ്റൈസ് ചെയ്യണം. കഫ്റ്റീരിയ എന്ന് പറഞ്ഞാൽ അറിയാലോ, ക്യാൻറ്റീൻ സ്റ്റാഫുകളൊക്കെ ഉണ്ടാവുമല്ലോ കഫ്റ്റീരിയയില്. Then check storage area for cleanliness and signs of insect or rodents. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ സ്റ്റോറേജ് ഏരിയ ക്ലീൻ ആണോ എന്ന് നോക്കുക. ദെൻ ഇൻസെക്ട്സിന്റെയോ അല്ലെങ്കിൽ റോഡ്നസ് എന്ന് പറഞ്ഞാൽ എന്താ? റോഡ്നസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റോഡ്നസ് എലി അല്ലെ? എലി ശല്യമൊക്കെ ഉണ്ടാകുന്നൊക്കെ നോക്കാന്ന്. മറ്റു ഇൻസെക്ട്സുകളോ മറ്റു പ്രാണികളോ എലിയുടെ ശല്യമൊക്കെ ഉണ്ടാകുന്ന ഒന്ന് പരിശോധിക്കണം. Apply highly stringent cleaning and sanitizing procedures to avoid the spread of germs and bacteria. Stringent ആയിട്ടുള്ള, അതായത് കർശനമായിട്ടുള്ള ഒരു ക്ലീനിങ്ങും സാനിറ്റൈസിങ് പ്രൊസീജിയർ ചെയ്തിരിക്കണം. എന്തിനു വേണ്ടി? ടു അവോയ്ഡ് ദി സ്പ്രെഡ് ഓഫ് ജെംസ് ആൻഡ് ബാക്ടീരിയ. അല്ലെ? ബാക്ടീരിയയും ജെംസിന്റെയും അത് സ്പ്രെഡ് ആവാതിരിക്കാനായിട്ട് നമ്മൾ കമ്പൽസറി ആയിട്ട് ക്ലീനിങ്ങും അതുപോലെ തന്നെ സാനിറ്റൈസിങ് പ്രൊസീജിയേഴ്സ് ചെയ്തിരിക്കണം. ഓക്കെ, ഇത്രയുമാണ് ഹോസ്പിറ്റലിലെ മറ്റു ഏരിയയിൽ നമ്മൾ ഡെയിലി ആയിട്ട് ഹൗസ് കീപ്പിംഗ് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ. ക്ലിയർ ആണോ? വായിച്ചു നോക്കുക കേട്ടോ. ഡെയിലി ഹൗസ് കീപ്പിംഗ്. ഓക്കെ, ഇപ്പൊ നമ്മൾ നോക്കിയത് ഡിഫറെന്റ് ടൈപ്സ് ക്ലീനിങ് ആണ്. ക്ലീനിങ് ഡ്യൂട്ടീസ് പേഷ്യന്റ് റൂമിൽ എങ്ങനെയാ ക്ലീൻ ചെയ്യേണ്ടത്, പേഷ്യന്റ് റൂം ബാത്റൂം ക്ലീനിങ്, ടെർമിനൽ റൂം ക്ലീനിങ്, അതുപോലെ ഹോസ്പിറ്റലിലെ മറ്റു ഏരിയകളിലെ ഡെയിലി ക്ലീനിങ്. മൂന്നും ഓക്കെ ആണോ? ക്ലിയർ ആണോ? കുഴപ്പമൊന്നുമില്ലല്ലോ വായിച്ചിട്ട്? ഓക്കെ, ഇനി അടുത്തത് പ്രോപ്പർട്ടീസ് ഓഫ് ആൻ ഐഡിയൽ ഡിസിൻഫെക്റ്റ്. അല്ലെ, എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഡിസിൻഫെക്റ്റ് അണുനശീകരണത്തിനായിട്ടുള്ള കാരണങ്ങൾ, അണുനശീകരണത്തിന് വേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ്? ഷുഡ് ഹാവ് ആൻ എക്സ്റ്റെൻസീവ് ആന്റി മൈക്രോബയൽ സ്പെക്ട്രം. എന്താണ് ഉദ്ദേശിക്കുന്നത്? ആന്റി മൈക്രോബയൽ സ്പെക്ട്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് സൂക്ഷ്മജീവികളുടെ ആ ഒരു ശ്രേണിയെ നശിപ്പിക്കല്. നമ്മൾ പറഞ്ഞ പലതരത്തിലുള്ള സൂക്ഷ്മജീവികൾ, ബാക്ടീരിയകൾ, ജെംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അതിനെ നശിപ്പിക്കുക. Should produce a swift skill. Swift എന്ന് വെച്ചാൽ എന്താ? വേഗത്തിൽ എന്ത് വേണം? ഈ സൂക്ഷ്മജീവികളെ നശിപ്പിക്കണം. Should be working in the presence of organic matter. Example, blood, sputum, feces and compatible with soaps, then detergents and other chemical encountered in use. അതായത് ഇപ്പോ ഓർഗാനിക് ബ്ലഡ് അല്ലെങ്കിൽ
നമ്മുടെ എന്താ ബ്ലഡ് അതുപോലെ തന്നെ മലമൂത്ര വിസർജനം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതിനൊക്കെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്ലൗസ് ധരിച്ചിട്ടാണെങ്കിലും നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ സോപ്പോ ഡിറ്റർജന്റോ അല്ലെങ്കിൽ മറ്റ് കെമിക്കൽ ഡിറ്റർജന്റുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ വാഷ് ചെയ്യണം, ഉപയോഗിക്കണം. Then should not be dangerous to the user of patient. പേഷ്യന്റിന് ഡേഞ്ചറസ് ആയിട്ടുള്ള രീതിയിലുള്ള മറ്റ് വസ്തുക്കളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. Then should not corrode instruments and metallic surface and should not cause the destruction of cloth, rubber, plastic and other materials. അതായത് മറ്റ് എന്താണ് തുരുമ്പെടുത്തിട്ടുള്ള ഉപകരണങ്ങളൊന്നും നശിപ്പിക്കുന്ന ഒരു ഉപകരണങ്ങൾ ഇപ്പൊ എക്യുപ്മെന്റ്സുകളൊക്കെ തുരുമ്പെടുക്കാതെ അല്ലെങ്കിൽ എന്താണ് നശിപ്പിക്കരുതെന്ന്, മീൻസ് വെള്ളവും കാര്യങ്ങളൊക്കെ മുട്ടിക്കൊണ്ടത് നശിപ്പിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഇപ്പോ അതുമായിട്ട് ക്ലോത്ത്, റബ്ബർ, പ്ലാസ്റ്റിക്സ്, അതർ മെറ്റീരിയൽസ്, ഈ വസ്തുക്കളൊന്നും ആ വസ്തുക്കളുടെ നമ്മളിപ്പോ ക്ലീൻ ചെയ്യുമ്പോഴും അണുവിമുക്തമാക്കുമ്പോഴും ഇപ്പോ ചിലപ്പോ കെമിക്കൽസ് ഒക്കെ വീണിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ക്ലോത്ത് ആണെങ്കിലും പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിൽ നശിക്കാൻ ചാൻസ് ഉണ്ട്. സോ ക്ലീൻ ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് സൂക്ഷിക്കണം. ഈ വസ്തുക്കൾക്കൊന്നും കേടുപാടുകൾ സംഭവിക്കാൻ പാടില്ല. ഈസി ടു യൂസ് വിത്ത് എ ക്ലിയർ ലേബൽ ഡയറക്ഷൻ. അതുപോലെ തന്നെ എന്താണ് വ്യക്തമായിട്ട് ഒരു ലേബൽ ഉപയോഗിച്ചിട്ട്, അതായത് നമ്മൾ കൃത്യമായിട്ട് ഇപ്പൊ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ലേബലൊക്കെ നമ്മൾ ഡയറക്ഷൻസ് ഒക്കെ ചെയ്യണം. Then should have a continual order or no order to facilitate its routine use. നമ്മൾ ഡെയിലി ഇപ്പൊ യൂസ് ചെയ്യുന്ന ഇപ്പൊ ഡിറ്റർജൻസുകളാണെങ്കിലും നമ്മൾ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ലിക്വിഡ്സ് ഒക്കെ ആണെങ്കിലും അത് ഒരുപാട് കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരു യോജിച്ച നല്ലൊരു സ്മെല്ല് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ സ്മെല്ലൊന്നും ഇല്ലാത്ത ടൈപ്പ് വേണം ഉപയോഗിക്കാം. അതായത് ഇപ്പൊ പേഷ്യൻസിന് ബുദ്ധിമുട്ടുള്ള ചില ഇത് ഭയങ്കര സ്മെല്ലായിരിക്കും, ചിലർക്ക് അത് പിടിക്കില്ല അല്ലെ, തലവേദന എടുക്കുന്ന പറയും, അല്ലെങ്കിൽ അലർജിയൊക്കെ സംഭവിക്കാം. സോ അല്ലെങ്കിൽ നല്ലൊരു സ്മെല്ലുള്ളത് ഉപയോഗിക്കണം, അല്ലെങ്കിൽ സ്മെല്ലൊന്നും ഇല്ലാത്തത് ഉപയോഗിക്കാം. ഷുഡ് നോട്ട് പ്രൊഹിബിറ്റീവ്ലി ഇൻ ഹൈ കോസ്റ്റ്. ഒരുപാട് ഹൈ കോസ്റ്റ് ഉള്ളതൊന്നും നമ്മൾ പ്രൊഹിബിറ്റ് ചെയ്യുന്നില്ല. should be soluble as water. Soluble as water means വെള്ളത്തിൽ ലയിപ്പിച്ച് ചേർത്തിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിക്കാതെ, ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാതെ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ടുള്ള വസ്തുക്കൾ നമ്മൾ അണുമുക്തമാക്കാനായിട്ട് ഉപയോഗിക്കണം. should be steady, concentrate and use dilution. കൃത്യമായിട്ട് അത് ഡയലുട്ടേഷൻ ഒക്കെ ചെയ്തിട്ട് വേണം ഉപയോഗിക്കുവാൻ. Then should have good cleaning properties. നല്ലൊരു ക്ലീനിങ് പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കണം. should not harm the environment on disposal. അല്ലെ, നമ്മൾ ഡിസ്പോസൽ ചെയ്യുമ്പോൾ, വേസ്റ്റ് ഡിസ്പോസൽ ചെയ്യുമ്പോൾ എൻവയോൺമെന്റിന് ഹാം വരാത്ത, ദോഷം വരാത്ത രീതിയിലായിരിക്കണം നമ്മൾ ഡിസ്പോസൽ ചെയ്യുവാൻ. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഐഡിയൽ ഡിസിൻഫെക്റ്റന്റിന് വേണ്ടുന്നത്. വായിച്ചു നോക്കാം പോയിന്റ്സുകൾ. ഓക്കെ, ക്ലിയർ ആണോ? ലാസ്റ്റ് വൺ ചലഞ്ചസ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഹൗസ് കീപ്പിംഗ് സർവീസസ്, ഹോസ്പിറ്റലിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ പഠിച്ചു.
Then ഇനി നമ്മൾ നോക്കുന്നത് ചലഞ്ചസ് ആണ്. ഏതൊരു ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ചലഞ്ചസ് നേരിടേണ്ടതായിട്ട് വരും അല്ലെ. സോ ഹൗസ് കീപ്പിംഗ് സർവീസസ് നേരിടുന്ന ചലഞ്ചസുകൾ എന്തൊക്കെയാണ്? ഇമ്പോർട്ടന്റ് ആണ്, മാർക്ക് ചെയ്ത് വെച്ചോളൂ, എക്സാമിന് ചോദിക്കാറുണ്ട്. ചലഞ്ചസ് ഫേസ്ഡ് ഹൗസ് കീപ്പിംഗ് സർവീസസ് ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് നോക്കാം. കൺസിഡർഡ് ആസ് ലോ പ്രയോറിറ്റി ആക്ടിവിറ്റി, ഒരു മുൻഗണനയില്ലാത്ത ഒരു ആക്ടിവിറ്റി ആയിട്ടാണ്, ലോ പ്രയോറിറ്റി ആക്ടിവിറ്റി ആയിട്ടാണ് നമ്മൾ ഒരു ഹൗസ് കീപ്പിങ്ങിനെ കൺസിഡർ ചെയ്യുന്നത് അല്ലെ. എന്താണ് വൃത്തിയാക്കൽ പരിപാടിയൊക്കെയാണല്ലോ, അപ്പൊ അതുകൊണ്ട് അതിന് വലിയ റോളൊന്നും നമ്മൾ കൊടുക്കാറില്ല. ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് അല്ലെ, സാമ്പത്തിക പരിമിതികളുണ്ട്. മാൻ പവർ ഷോർട്ടേജ് അല്ലെ, മനുഷ്യശേഷി കുറവ്, അതായത് എംപ്ലോയീസിന്റെ കുറവ്. അൺവില്ലിംഗ് സൂപ്പർവിഷൻ, ഈ ഹൗസ് കീപ്പിങ്ങിന്റെ പ്രവർത്തനങ്ങൾ ശരിയായിട്ടുള്ള രീതിയിലൊന്നും സൂപ്പർവിഷൻ ചെയ്യാതെ വരിക. സോ അതിനാൽ തന്നെ നല്ല രീതിയിൽ അവർ ചെയ്യുന്നുണ്ടോ, സ്റ്റാഫുകൾ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റില്ല. സോ അതൊരു അൺവില്ലിംഗ് സൂപ്പർവിഷൻ. ലാക്ക് ഓഫ് അവയർനെസ്, പല കാര്യങ്ങളെ കുറിച്ചുള്ളൊരു അവബോധമില്ലായ്മ. ചിലപ്പോ ഇതുപോലെ എന്താണ് അസുഖങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ കൂടുതലായിട്ട് അവർക്ക് അവബോധമൊന്നും ഇല്ലായ്മ. കോൺഫ്ലിക്ട്സ് ആൻഡ് ഇന്ററപ്ഷൻസ്, അതുപോലെ മറ്റ് സംഘർഷങ്ങളും അതുപോലെ തന്നെ ഇപ്പോൾ വർക്ക് ചെയ്യാനുള്ള തടസ്സങ്ങളും. ആണ് വേസ്റ്റേജ്, മോഷണം മീൻസ് ഹൗസ് കീപ്പിംഗ് വസ്തുക്കളൊക്കെ മോഷണം പോവുക അല്ലെങ്കിൽ എന്താണ് പാഴാക്കല്, അമിതമായിട്ടൊക്കെ ഉപയോഗിച്ച് അതിനെ വേസ്റ്റ് ആക്കി കളയുന്നത്. ഇത്രയുമാണ് നമ്മൾ ഒരു ഹൗസ് കീപ്പിംഗ് സർവീസസ് നേരിടുന്ന ചലഞ്ചസ് അല്ലെങ്കിൽ വെല്ലുവിളികൾ. ഓക്കെ, വായിച്ചു നോക്കുക കേട്ടോ ചലഞ്ചസ്. മാർക്ക് ചെയ്ത് വെക്കണേ, ഇമ്പോർട്ടന്റ് ആണത്. കംപ്ലീറ്റ് ചെയ്തോ? ക്ലിയർ ആണോ ചലഞ്ചസ്? ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് സെക്ഷൻ ആണ് ഹൗസ് കീപ്പിംഗ് മാനേജർ റെസ്പോൺസിബിലിറ്റീസ്. ഈ ഹൗസ് കീപ്പിംഗിന്റെ കാര്യങ്ങളൊക്കെ മേലോട്ടം വഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഹൗസ് കീപ്പിംഗ് മാനേജർ. സോ അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മോണിറ്റർ ഓൾ ദ ഡെയിലി ഓപ്പറേഷൻസ് ഓഫ് ദ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ഡെയിലി പ്രവർത്തനങ്ങളൊക്കെ എന്ത് ചെയ്യണം? മോണിറ്റർ ചെയ്യണം. കണ്ടെയ്നിങ് ക്ലീൻലിനെസ് ഓഫ് ഓൾ റൂംസ് ആൻഡ് പബ്ലിക് ഏരിയാസ് എവറി ഡേ. എല്ലാ റൂംസുകളും അതുപോലെ തന്നെ മറ്റു പബ്ലിക് ഏരിയാസുകളും ദിവസവും ക്ലീൻ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് മോണിറ്റർ ചെയ്യാം. ലീവ്, ഹയർ ആൻഡ് ട്രെയിൻ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ടു സ്റ്റിക്ക് ടു ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ക്ലീൻലിനെസ് ആൻഡ് കസ്റ്റമർ കോംപ്ലിമെന്റ്സ്. എന്താണ് പറയുന്നത്? അതായത് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളെ ലീഡ് ചെയ്യണം, ഹയർ ചെയ്യണം, നിയമിക്കണം, ട്രെയിനിങ്സ് കൊടുക്കണം, അവരെ എന്ത് വേണം? അവരുടെ പ്രവർത്തനങ്ങളെയൊക്കെ ലീഡ് ചെയ്യാം, നിയന്ത്രിക്കണം. അതുപോലെ തന്നെ എന്താണ്? ശുചിത്വത്തിലേക്കും അല്ലെങ്കിൽ ഉപഭോക്തൃ സംതൃപ്തിയിലേക്കും വേണ്ടിയിട്ട് അവരെ നയിക്കാം. ഒരു നല്ലൊരു ഹൈ സ്റ്റാൻഡേർഡിലോട്ട് അവരെ നയിക്കുക. ദെൻ സൂപ്പർവൈസ് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ബഡ്ജറ്റ്. ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ബഡ്ജറ്റിനെ സൂപ്പർവൈസ് ചെയ്യാന്ന്. ടേക്ക് ഇൻവെന്ററി, ഇൻവെന്ററീസ് ഒക്കെ എടുക്കാന്ന്. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? വില വിവര കണക്കുകളൊക്കെ ഉണ്ടല്ലോ, ഇപ്പൊ ഓരോന്നും എത്രത്തോളം നമുക്ക് വാങ്ങിക്കേണ്ടത്, അതിനെത്രയാണ് വില. സോ ആ ഒരു വില വിവര പട്ടികകൾ തയ്യാറാക്കാം. ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് ആഡിക്വേറ്റ് ക്ലീനിങ് സപ്ലൈസ്, ആവശ്യത്തിനുള്ള സപ്ലൈസ് ഒക്കെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം, ക്ലീനിങ്ങിന് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ. Document areas cleaned by housekeeping attendants and report any problems such as room damage or maintenance request to the front office. അതായത് ഹൗസ് കീപ്പിംഗ് അറ്റൻഡന്റ്മാരായ ഡോക്യുമെന്റ് ഏരിയകളും വൃത്തിയാക്കണം. അതുപോലെ തന്നെ റൂം എന്തെങ്കിലും ഡാമേജസുകളൊക്കെ ഉണ്ടെങ്കിലോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിലോ ഫ്രണ്ട് ഓഫീസിലേക്കോ അല്ലെങ്കിൽ മെയിൻ്റെനൻസ് റിക്വസ്റ്റുകളൊക്കെ എന്ത് വേണം? റിപ്പോർട്ട് ചെയ്യണം. Then make sure that all cleaning equipment is in
in proper working condition. എല്ലാ എക്യുപ്മെന്റ്സുകളും ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകളെല്ലാം പ്രോപ്പർ ആയിട്ടുള്ള ഒരു വർക്കിംഗ് കണ്ടീഷൻ ആണോ എന്ന് നോക്കുക. ആൻഡ് മേക്ക് അറേഞ്ച്മെന്റ്സ് ഫോർ റിപ്പയർസ് as needed. ഇനി എന്തെങ്കിലും വർക്കിംഗ് കണ്ടീഷൻ മോശമാണെങ്കിൽ അത് റിപ്പയർ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. റെക്കമെൻഡഡ് സർവീസ് ഇംപ്രൂവ്മെന്റ്സ് ടു ദി മാനേജ്മെന്റ്. അല്ലെ, മാനേജ്മെന്റിനെ മെച്ചപ്പെടുത്താനായിട്ട്, ഇപ്പോൾ സേവനങ്ങളൊക്കെ മെച്ചപ്പെടുത്താനായിട്ട് മറ്റ് എന്തെങ്കിലും ഐഡിയാസോ റെക്കമെൻഡേഷൻസുകളൊക്കെ പറഞ്ഞു കൊടുക്കുക. മേക്ക് ഷുവർ ദാറ്റ് കംപ്ലയൻസ് വിത്ത് സേഫ്റ്റി ആൻഡ് സാനിറ്റേഷൻ പോളിസീസ്. അല്ലെ, സേഫ്റ്റി സാനിറ്റേഷൻ പോളിസികളൊക്കെ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഫോർ വർക്ക്. വർക്ക് ചെയ്യാനായിട്ടുള്ള പ്രൊസീജിയേഴ്സുകൾ, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സുകളും മറ്റും നടപടിക്രമങ്ങളൊക്കെ സ്ഥാപിക്കണം. Then create staffing schedules. അതുപോലെ തന്നെ സ്റ്റാഫിങ്ങിന്റെ വർക്കിംഗ് ടൈംസും കാര്യങ്ങളും ഷെഡ്യൂൾ ചെയ്യുക. ഇത്രയുമാണ് ഒരു ഹൗസ് കീപ്പിംഗ് മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്. വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തു. നമ്മുടെ ഹൗസ് കീപ്പിംഗ് സർവീസസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു അല്ലെ. ചെറിയ ചാപ്റ്റർ ആണ്, പഠിക്കാനും എളുപ്പമാണ്. പ്രത്യേകിച്ച് അങ്ങനെ കൂടുതൽ സമയം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഓൾറെഡി അറിയാവുന്ന കുറെ കാര്യങ്ങളൊക്കെയാണ് അല്ലേ. ആണോ? ചെറിയ ചാപ്റ്റർ ആയിരുന്നില്ലേ? ഇഷ്ടമായില്ലേ ചാപ്റ്റർ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. ഇഷ്ടമായോ? അതെ, ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെ. പഠിക്കാൻ എളുപ്പമാണ്. ഒരുപാട് ഇങ്ങനെ എന്താ പറയാ, നിങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ പറയാ, നിങ്ങളുടെ ഭാഷയില് വെറുപ്പിക്കുന്ന രീതിയിൽ എഴുതിയിട്ടില്ല അല്ലെ. ഒരുപാട് ഇങ്ങനെ ചെറിയ ചെറിയ പോയിന്റ് ആയിട്ടാണ് എല്ലാം തന്നിരിക്കുന്നത്. ഒരുപാട് ഇങ്ങനെ നീട്ടി വലിച്ച് ഒരുപാടൊന്നും എഴുതിയിട്ടില്ല ബോറടിക്കുന്ന രീതിയിലൊന്നും. മാക്സിമം സിമ്പിൾ ആയിട്ട് ഉള്ള കാര്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാല് നിങ്ങൾക്ക് തന്നെ സ്വയം വായിച്ച് മനസ്സിലാക്കി പഠിക്കാനും അത് എളുപ്പമാണ് അല്ലെ. ജസ്റ്റ് ഒന്ന് ആ ചാപ്റ്റർ ഒന്ന് ഓടിച്ചിട്ട് ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഒരു പ്രാവശ്യം ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം, കംപ്ലീറ്റ് ആയിട്ട് ഒറ്റ പ്രാവശ്യം ഒന്ന് വായിക്കുക.
ഓക്കെ, നോക്കാം കേട്ടോ. നമ്മുടെ ഹൗസ് കീപ്പിംഗ് സർവീസസിൽ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. അപ്പൊ അതില് ഹൗസ് കീപ്പിംഗ് സർവീസസ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എൻവയോൺമെന്റൽ സർവീസസ്. അതുപോലെ തന്നെ അതിന്റെ 3 ഇമ്പോർട്ടന്റ് ടാസ്കുകൾ നോക്കണം. ഇമ്പോർട്ടൻസ് ഓഫ് ഹൗസ് കീപ്പിംഗ്, ഒബ്ജക്റ്റീവ്സ്, ഇത് രണ്ടും പ്രത്യേകം പഠിക്കണം. ഒബ്ജക്റ്റീവ്സ് ചോദിക്കാറുണ്ട് എക്സാമിന്. ദെൻ അതിന്റെ ഓർഗാനോഗ്രാം, 3 ഓർഗാനോഗ്രാം നമ്മൾ പറഞ്ഞു. പിന്നെ ഫങ്ഷൻസ് ഇമ്പോർട്ടന്റ് ആണ്, ഫങ്ഷൻസ് നോക്കാം. ദെൻ 2 ടൈപ്സ് നമ്മൾ കമ്പാരിസൺ ചെയ്ത് പഠിച്ചു, ഇൻ ഹൗസ് സർവീസസും അതുപോലെ തന്നെ എന്താണ് ഔട്ട്സോഴ്സിംഗ് സർവീസസ്. അതാ ടേബിള് അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കണം. എലമെന്റ്സ് എന്താണ് ഇൻ ഹൗസ് സർവീസസിലും അതുപോലെ തന്നെ ഔട്ട്സോഴ്സ് സർവീസസ് എന്താണെന്നുള്ളത് ഒന്ന് കമ്പാരിസൺ വെച്ച് പഠിച്ചു പോകണം. ദെൻ ഔട്ട്കം, ഗുഡ് ഹൗസ് കീപ്പിംഗ്സിന്റെ ഔട്ട്കംസ് എന്തൊക്കെയാണ്, നമ്മൾ കുറെ കാര്യങ്ങൾ അതിന്റെ നല്ലൊരു ഔട്ട്കംസുകൾ പറഞ്ഞു നോക്കാം. ദെൻ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് എന്താണ്, അതിന്റെ യൂസസ്, ആരാണ് ചെക്ക് ലിസ്റ്റ് ഉപയോഗിക്കുന്നത്, അല്ലെ ഹൗസ് കീപ്പേഴ്സ് ആണ് ചെക്ക് ലിസ്റ്റ് ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞു. ദെൻ പിന്നെ നമ്മൾ ഇന്ന് നോക്കിയ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്ലീനിങ്സ് ആണ്. പേഷ്യന്റ് റൂം ക്ലീനിങ്ങിൽ എന്തൊക്കെയാണ്, ബാത്റൂം ക്ലീനിങ്, ടെർമിനൽ റൂം ക്ലീനിങ്, ദെൻ ഡെയിലി ക്ലീനിങ് ഫോർ ഹോസ്പിറ്റൽ ഏരിയാസ്, ദെൻ പ്രോപ്പർട്ടീസ്, ദെൻ ചലഞ്ചസ്, അല്ലെ ഹൗസ് കീപ്പിംഗ് സർവീസസ് നേരിടുന്ന വെല്ലുവിളികൾ ഏതൊക്കെയാണ്. ദെൻ ലാസ്റ്റ് ആണ് ഹൗസ് കീപ്പിംഗ് മാനേജേഴ്സ് റെസ്പോൺസിബിലിറ്റീസ്. ഇത്രയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിച്ചത്. ക്ലിയർ ആണല്ലോ ഈ ചാപ്റ്റർ എല്ലാവർക്കും? ഓക്കെ അല്ലേ? ഓക്കെ, ദെൻ ഇനി നമുക്ക് അടുത്തൊരു ചാപ്റ്റർ കൂടി എടുക്കാനായിട്ടുണ്ട്. ഏകദേശം അല്ലെ ചാപ്റ്റേഴ്സുകൾ ഉണ്ട്, കുറച്ചും കൂടി എടുക്കാനായിട്ട്. എങ്കിലും ഏകദേശം ഒരു 3/4 ഭാഗത്തോളം നമ്മളുടെ ക്ലാസ്സുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അല്ലെ? ആണോ? അല്ലെ, നമ്മൾ പഠിച്ച ഈ ഒരു കോഴ്സിന്റെ നിങ്ങളുടെ ഏകദേശം കംപ്ലീറ്റ് ആവാറായിക്കൊണ്ടിരിക്കുന്നു അല്ലെ? ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാം. കുറച്ച് ചാപ്റ്റേഴ്സുകൾ കൂടി ഉണ്ട് അല്ലെ? ഒരു 6 മാസക്കാലം അല്ലെ, ഒരു 6 മാസക്കാലത്തോളം ഞങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു അല്ലെ? നിങ്ങളും നമ്മൾ ഒരുമിച്ചുള്ള ഒരു ഇതായിരുന്നു. ദെൻ കുറച്ച് ചാപ്റ്റർ കൂടി നമ്മൾ ഇനി കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ട്. വളരെ കുറച്ച് ചാപ്റ്റേഴ്സ് ഉള്ളൂ എന്ന് തോന്നുന്നു അല്ലെ? ഉണ്ടാവുന്ന തരത്തിലുള്ള ചാപ്റ്റേഴ്സുകളുള്ളൂ. സോ പഠനം അതുപോലെ തന്നെ 3/4 ഭാഗം കഴിഞ്ഞിരിക്കണം. കഴിഞ്ഞിട്ടുണ്ടോ? എടുക്കുന്നതനുസരിച്ചിട്ട് പഠിച്ചു പോകുന്നുണ്ടോ നിങ്ങള്? കുറച്ചു പേര് അത് കണ്ടിന്യൂ മീൻസ് ചെയ്തു പോകുന്നവരുണ്ടാകാം. ചിലപ്പോ വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ട് നിങ്ങളുടെ കൂട്ടത്തില്. പഠിക്കാനായിട്ട് ടൈം കിട്ടാത്തവരുണ്ടാകാം അല്ലെ? കുഞ്ഞു കുട്ടികളുള്ളവരുണ്ടാകാം അല്ലെ? ചെറിയ കുഞ്ഞുമക്കളുള്ളവരുണ്ടാകാം. സോ എങ്കിലും നമ്മൾ എന്തായാലും പഠിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊരു കോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്തത് അല്ലെ? ഫ്യൂച്ചറിൽ ഒരു ജോബ് കിട്ടണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് നമ്മൾ എല്ലാവരും കോഴ്സ് നിങ്ങൾ അറ്റൻഡ് ചെയ്തത് അല്ലെ? സോ കോഴ്സ് ഏകദേശം കംപ്ലീറ്റ് ഒക്കെ ആവാറായിട്ടുണ്ട്. സോ ആ ഒരു ലക്ഷ്യം നമ്മുടെ മുന്നിൽ, ഇനി ആ ഒരു ലക്ഷ്യം എപ്പോഴും മുന്നിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് ഓർക്കാനല്ല, എപ്പോഴും എനിക്ക് പഠിക്കണം അല്ലെങ്കിൽ നല്ല മാർക്ക് നേടണം അല്ലെ? എക്സാമിന് നല്ല മാർക്ക് നേടുക മാത്രമല്ല കേട്ടോ, ഫ്യൂച്ചറിലോട്ട് നമുക്ക് ജോലി വേണം എന്നുള്ളൊരു ലക്ഷ്യം കൂടി മുന്നിൽ വേണം. ആരും ചുമ്മാ വീട്ടിൽ വെറുതെ ഇരുന്നിട്ട് ടൈം പാസിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്തവരൊന്നും അല്ലല്ലോ. അങ്ങനെ ഉണ്ടാരെങ്കിലും ചുമ്മാ ഇരിക്കണല്ലേ വീട്ടില് ഓൺലൈൻ ക്ലാസ്സിൽ കയറിയേക്കാം, അങ്ങനെയല്ലല്ലോ. നമുക്ക് മുന്നിലൊരു ലക്ഷ്യമുണ്ട് അല്ലെ? നിങ്ങളിൽ എല്ലാവർക്കും ഒരു ലക്ഷ്യമുണ്ട്. സോ എല്ലാവർക്കും ലക്ഷ്യത്തിൽ എത്താനായിട്ട് സാധിക്കും. അതിനുവേണ്ടി നമ്മൾ ട്രൈ ചെയ്യാം അല്ലെ? നമ്മൾ പറയും പാതി ദൈവം പാതി എന്ന് പറയും അല്ലെ? അത് നമ്മുടെ പാതി നമ്മൾ തന്നെ പഠിച്ചേ പറ്റൂ. ബാക്കി നമ്മൾക്ക് ദൈവം അല്ലെ നമ്മുടെ കൂടെ ഉണ്ടാകും. നമ്മൾ പഠിക്കുക. ഓക്കെ, ഇടയ്ക്കൊരു മോട്ടിവേഷൻ ഒക്കെ തരണമല്ലോ. അപ്പൊ കുറച്ച് നാളായിട്ട് മോട്ടിവേഷൻ തരാൻ പറ്റുന്നില്ല, കാരണം ക്ലാസ്സിന്റെ അതിന്റെ ഇടയ്ക്ക് നമുക്ക് ടൈം കിട്ടണില്ല അല്ലെ? അപ്പൊ ഇടയ്ക്ക് ഒരു കുഞ്ഞു മോട്ടിവേഷൻ ഒക്കെ തരണ്ടേ? വേണ്ടേ മോട്ടിവേഷൻ? എങ്കിലല്ലേ നിങ്ങൾക്കൊന്ന് പഠിക്കാനായിട്ടുള്ള ഒരു അല്ലെ, ഒരു പഠിക്കാനായിട്ടുള്ള ഇത് കിട്ടുള്ളൂ. നിങ്ങൾക്ക് ആരെങ്കിലും ബാക്ക് ചെയ്ത് തള്ളാനുണ്ടെങ്കിലല്ലേ നമ്മൾ പഠിക്കുള്ളൂ. ചെറുപ്പം മുതലുള്ള ശീലമല്ലേ അത്? അച്ഛനും അമ്മയ്ക്ക് ഇങ്ങനെ പഠിക്കുന്ന പുറകെ നടന്ന് പഠിച്ചാലല്ലേ നമ്മൾ പഠിക്കുള്ളൂ. റിസ്ക് അക്കൗണ്ടിങ് വേണം നമുക്ക് എപ്പോഴും. ഓക്കെ, അപ്പോ നമ്മളുടെ ഭാഗത്ത് നിന്ന് ഇടയ്ക്ക് ഇങ്ങനെ ഒരു മോട്ടിവേഷൻ ഒക്കെ തരാം. സോ മെഡിക്കൽ എക്യുപ്മെന്റ്സ് നമ്മൾ ചാപ്റ്റർ എടുത്തായിരുന്നോ നിങ്ങൾക്ക്? വേറെ ഏതെങ്കിലും മിസ്സുമാര് എടുത്തായിരുന്നോ? മെഡിക്കൽ എക്യുപ്മെന്റ്സ് എടുത്തിട്ടില്ല. ഓക്കെ, ദെൻ ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ തന്നെയാണ് കേട്ടോ. നമ്മളിങ്ങനെ എടുക്കാൻ പോകുന്നത് മെഡിക്കൽ എക്യുപ്മെന്റ്സ് ആണ്. ഓക്കെ, ഈ ഒരു ചാപ്റ്ററില് ഇതും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ചാപ്റ്റർ ആയിരിക്കും കേട്ടോ. കാരണം ഈ ഒരു ചാപ്റ്ററില് പ്രത്യേകിച്ച് കൂടുതലായിട്ട് വിവരങ്ങളും ഡീറ്റെയിൽസും ഒന്നും പഠിക്കാനില്ല. ഹോസ്പിറ്റലില് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന കുറെ എക്യുപ്മെന്റ്സുകളെ കുറിച്ച് മാത്രമേ ഉള്ളൂ.
അത് ഓരോ എക്യുപ്മെന്റ്സിനെ കുറിച്ചിട്ട് ഒരു 43 ആണോ എന്നറിയില്ല, 43 എക്യുപ്മെന്റ്സ്. ഓക്കെ, കറക്റ്റ് 43 എക്യുപ്മെന്റ്സ് ആണ് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാനായിട്ടുള്ളത്. അതായത് ഹോസ്പിറ്റലിൽ നോർമലി ഉപയോഗിച്ച് വരുന്ന എക്യുപ്മെന്റ്സുകളെ കുറിച്ച് ജസ്റ്റ് ആ എക്യുപ്മെന്റ് എന്താണ്, അതിന്റെ യൂസ് എന്താണ്, അത്രയേ ഉള്ളൂ പഠിക്കാനായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ. ഇഷ്ടപ്പെടും നിങ്ങൾക്ക്, പിന്നെ കൂടുതൽ അറിവ് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ലഭിക്കും. കാരണം നമ്മൾ ഇതിനകത്ത് എക്യുപ്മെന്റ്സ് നിങ്ങൾ പഠിക്കുമ്പോഴേ ചില എക്യുപ്മെന്റ്സുകളൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ളവയാണ്, അതുപോലെ തന്നെ അതിന്റെ ഉപയോഗം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പക്ഷെ ചില എക്യുപ്മെന്റ്സുകൾ നിങ്ങൾ ഒട്ടും തന്നെ കേൾക്കാത്ത തരത്തിലുള്ള എക്യുപ്മെന്റ്സുകൾ ഉണ്ട് ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന, നിങ്ങൾ കേൾക്കാത്ത എക്യുപ്മെന്റ്സുകൾ ഉണ്ട്. സോ നിങ്ങൾക്ക് അവയെ കുറിച്ച് അറിയാൻ പറ്റും. ദെൻ അവയുടെ ഉപയോഗത്തെ കുറിച്ചും നമുക്ക് ഇതിലൂടെ പഠിക്കാം. അത് നിങ്ങൾക്ക് ഒരു അറിവാണ്, നിങ്ങൾക്ക് ഒരു ജോലി കിട്ടാന്നുള്ള ഒരു ഇതിന് മാത്രമല്ല, ജനറൽ ആയിട്ട് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ സഹായിക്കും. ഇപ്പൊ തന്നെ നിങ്ങൾ ഇത്രയും ചാപ്റ്റർ ഒക്കെ പഠിച്ചു, ഇപ്പൊ നിങ്ങളുടെ വീട്ടിലാണെങ്കിലും നിങ്ങളുടെ കസിൻസിനോ ഫ്രണ്ട്സിനോ ആണെങ്കിലും ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് പണ്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നും ഉണ്ടായിരിക്കില്ല. ഇപ്പൊ പല കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ലേ? പറ്റുന്നുണ്ടോ? പഠിച്ചവർക്കാണെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെയുണ്ട് ഒരു കാര്യം അല്ലെ? പല കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ലേ? ഒരു വെയിറ്റല്ലേ നമുക്ക്, നമ്മൾ പഠിക്കണോണ്ടല്ലേ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്. അതങ്ങനെയാണ് കേട്ടോ, ഇതിങ്ങനെയാണ് പറഞ്ഞു കൊടുക്കാൻ പറ്റും അല്ലെ? നിങ്ങൾക്ക് ആംബുലൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുത്തായിരുന്നോ? കഴിഞ്ഞില്ലേ ആംബുലൻസ്? പഠിച്ചതല്ലേ ഫസ്റ്റ് ഇതില് അല്ലെ? അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ആംബുലൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് അത് ഐഡന്റിഫൈ, ഞാൻ തന്നെയാണ് എടുത്തതല്ലേ? ഓക്കെ കുറെ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്, എവിടെയാണെന്നുള്ളത് ഓക്കെ ഞാൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോ ആംബുലൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഇപ്പൊ നമുക്ക് ആംബുലൻസ് ഒക്കെ പോകുമ്പോൾ നിങ്ങൾ അത് നോട്ട് ചെയ്യാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്. മുമ്പ് നമ്മൾ ആംബുലൻസ് പോകുമ്പോൾ കാര്യം നമ്മൾ പ്രാർത്ഥിക്കും അല്ലെ? നമ്മൾ ദൈവമേ എന്തെങ്കിലും വിളിക്കും. പക്ഷെ എന്താണ്, കൂടുതലായിട്ട് നമുക്ക് നോക്കാനായിട്ട് അതിനെ കുറിച്ചിട്ട് വലിയ വിവരമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ഇപ്പൊ ആംബുലൻസ് ഒക്കെ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കും, എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട് അല്ലേ? നമ്മൾ പേരൊക്കെ നോക്കും അല്ലെ? ഇത് ആ ടൈപ്പ് ആണല്ലോ, എന്താണ് ടൈപ്പ് സി ആണല്ലോ അല്ലെ, ടൈപ്പ് ഡി ആണല്ലോ നമ്മൾ ആലോചിക്കും അല്ലെ? അറ്റ്ലീസ്റ്റ് ആ ടീച്ചർ അവിടെ ഇരുന്നുകൊണ്ട് അല്ലെ വായ്പ പറഞ്ഞതല്ലേ നിങ്ങൾ ഓർക്കും ഇല്ലേ? നോക്കാറില്ലേ നിങ്ങള്? അപ്പൊ നമ്മൾ പഠിച്ച ഓരോ കാര്യങ്ങളും നമുക്ക് നമ്മുടെ ലൈഫിൽ നിങ്ങൾക്ക് അത് കൂടുതൽ ബെനിഫിറ്റ് ആണ്. ഒരു ജോലിയിൽ നമുക്ക് പ്രവേശിക്കണം എന്നതിലുപരി നമ്മുടെ ലൈഫ് ലോങ്ങിൽ അതൊരു ബെനിഫിറ്റ് തന്നെയാണ് നിങ്ങൾ പഠിക്കുന്ന ഓരോന്നും ഇല്ലേ? സോ മെഡിക്കൽ എക്യുപ്മെന്റ്സ് നമ്മൾ പഠിക്കുമ്പോഴും കുറെ കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും. ഓരോ ഉപകരണങ്ങൾ, നമുക്ക് ഓരോ ടെസ്റ്റുകളൊക്കെ ചെയ്ത ഉപകരണങ്ങൾ എന്തൊക്കെയാണ് അല്ലെ? സോ ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്നുള്ളൂ. കുറെ എക്യുപ്മെന്റ്സുകളാണ്, വേറെ അധികം ഒന്നും പഠിക്കാനായിട്ടില്ല. ഇതും സിമ്പിൾ ആയിട്ട് പഠിച്ചു പോകാൻ പറ്റുന്ന ഒന്നാണ്. ദെൻ നിങ്ങളുടെ ലൈഫിലോട്ടും അത് ഉപകരിക്കുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ്. മറ്റുള്ളവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാനെങ്കിലും സഹായിക്കും. ഓക്കെ, നമുക്ക് ഇൻട്രൊഡക്ഷൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ചാപ്റ്റർ 4 മെഡിക്കൽ എക്യുപ്മെന്റ്സ്. Medical apparatus is used for the definite purpose of diagnosis and treatment of disease or rehabilitation following diseases in injury. Medical apparatus എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപകരണങ്ങൾ തന്നെയാണ് കേട്ടോ, എക്യുപ്മെന്റ്സ് തന്നെയാണ്. അപ്പാരറ്റസ് എന്ന് പറയുന്നത് എക്യുപ്മെന്റ്സ് തന്നെയാണ് കേട്ടോ. സോ മെഡിക്കൽ അപ്പാരറ്റസ് എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുന്നത്? അതാണ് ഞാൻ ചോദിക്കട്ടെ, എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? മെഡിക്കൽ എക്യുപ്മെന്റ്സുകൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാണ്? ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് അല്ലെ? നമ്മള് ചികിത്സിക്കാനും രോഗം കണ്ടെത്താനും അതുപോലെ രോഗത്തെ തുടർന്നുള്ള ട്രീറ്റ്മെന്റ്സിന് വേണ്ടിയിട്ടാണ്. ചില ഉപകരണങ്ങൾ രോഗം കണ്ടുപിടിക്കാനായിരിക്കും അല്ലെ? ചില എക്യുപ്മെന്റ്സോ അതിന്റെ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. രണ്ട് ടൈപ്പിലും നമുക്ക് എക്യുപ്മെന്റ്സിന്റെ ഉപയോഗമുണ്ട്. രോഗത്തെ കണ്ടെത്താനും അതുപോലെ തന്നെ എന്താണ്, കണ്ടെത്തിയ രോഗത്തെ ചികിത്സിക്കാനും നമുക്ക് ഈ എക്യുപ്മെന്റ്സുകൾ വഴി ഹെൽപ്പ് ചെയ്യുന്നു. അതിപ്പോ എന്തെങ്കിലും ഡിസീസസ് ആയിക്കൊള്ളട്ടെ, അതിന് ഇഞ്ചുറി ആയിക്കൊള്ളട്ടെ. Then it can be either used single or in can jointly with any accessory, consumable or other piece of medical apparatus. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ഉപയോഗത്തിനോ അല്ലെങ്കിൽ നമുക്ക് മറ്റ് സംയുക്ത ഒരു ഉപയോഗത്തിനോ നമുക്ക് ഉപയോഗിക്കാവുന്ന, അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പൊ ഒരു ടെസ്റ്റ് ചെയ്ത് നമ്മൾ രോഗത്തെ കണ്ടെത്താനോ അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്തിയ രോഗത്തിനുള്ള ഒരു ട്രീറ്റ്മെന്റ്സിനായിട്ടോ നമുക്ക് എക്യുപ്മെന്റ്സ് ഉപയോഗിക്കാം. ജസ്റ്റ് എക്യുപ്മെന്റ്സിനെ കുറിച്ചാണ് പറഞ്ഞത്.
ഇനിയാണ് നമ്മൾ ഓരോ എക്യുപ്മെന്റ്സുകളും പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, 43 എക്യുപ്മെന്റ്സ് ഉണ്ട്. അതില് എനിക്ക് തോന്നുന്നു ഒരു കുറച്ച് എക്യുപ്മെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി നമ്മൾ ഓരോ ചാപ്റ്റേഴ്സിലും പഠിച്ചിട്ടുണ്ടാവും കേട്ടോ. നിങ്ങൾ ഓരോ ചാപ്റ്റേഴ്സുകളിലായിട്ട് പഠിച്ചിട്ടുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ തന്നെയാണ്. ഫസ്റ്റ് വൺ, ഡിഫിബ്രിലേറ്റർ. പഠിച്ചിട്ടുണ്ടല്ലോ, പല ചാപ്റ്ററുകളിലായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ഒന്നാണ് ഡിഫിബ്രിലേറ്റർ. പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഡിഫിബ്രിലേറ്റേഴ്സ് ആർ, എന്തിനു വേണ്ടിയിട്ടാണ് ഡിഫിബ്രിലേറ്റർ ഉപയോഗിക്കുന്നത്? ഡിഫിബ്രിലേറ്റർ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ ഹാർട്ടിനെ എന്ത് ചെയ്യാനാണ്? ഹൃദയത്തിലെ നമുക്ക് ഹൃദയമിടിപ്പിൽ നമ്മളുടെ നോർമൽ ഇതിനകത്തോട്ട് നമ്മളുടെ ഹൃദയമിടിപ്പിനെ കൊണ്ടുവരാൻ അല്ലെ. നോക്കാം, ഡിഫിബ്രിലേറ്റേഴ്സ് ആർ. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? താഴെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഫിലിംസിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഫിലിമുകളിൽ കണ്ടിട്ടില്ലേ? മൂവിയിൽ കണ്ടിട്ടില്ലേ ഡിഫിബ്രിലേറ്റർ? കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട് അല്ലെ. നോക്കാം, ഡിഫിബ്രിലേറ്റേഴ്സ് ആർ equipment that bring back normal heartbeat by sending an electric pulse shock to the heart. അല്ലെ, നമ്മുടെ ഹൃദയത്തിലോട്ട് ഒരു ഇലക്ട്രിക് പൾസ് ഷോക്ക് കൊടുത്തുകൊണ്ട് നമ്മുടെ ഹൃദയമിടിപ്പിനെ തിരികെ കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന equipment ആണ് ഡിഫിബ്രിലേറ്റർ. Then various type of defibrillators work in different ways. പലതരത്തിലുള്ള ഡിഫിബ്രിലേറ്റേഴ്സ് ഉണ്ടെന്ന്. അതിലൊരു എക്സാമ്പിൾ ആണ് AED. അണ്ടർലൈൻ ചെയ്യാം, ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റേഴ്സ്. ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ ഓൾറെഡി. നമ്മൾ മറ്റു ചാപ്റ്റേഴ്സുകളൊക്കെ പഠിച്ചതാണ്. AED, ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ. Then which are commonly seen in many public spaces. ഈ ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ നമ്മൾ പബ്ലിക് പ്ലേസസിൽ നമ്മൾ കാണാറുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഫിലിമിലൊക്കെ ആണെങ്കിലും ഒരു ആക്സിഡന്റ് ഒക്കെ സംഭവിച്ച സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഒരു ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ ഒക്കെയാണ് നമ്മൾ കാണുന്നത്. Then are used to save the lives of people who experience cardiac arrest. Cardiac arrest ഒക്കെ വന്നിട്ടുള്ള ആളുകളിലേക്ക് ഒരു ജീവൻ രക്ഷിക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ ഉപയോഗിക്കുന്നു. പിക്ചർ കൊടുത്തിട്ടുണ്ട് താഴെ. പിക്ചർ ഒന്ന് നോക്കാം. ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കി. നിങ്ങൾ ഇൻട്രൊഡക്ഷൻ വായിക്കണം. ഫസ്റ്റ് എക്യുപ്മെന്റ് ആയിട്ടുള്ള ഡിഫിബ്രിലേറ്റർ വായിക്കാം. ഇൻട്രൊഡക്ഷൻ വായിക്കണോ? ഡിഫിബ്രിലേറ്റർ വായിക്കാം. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? ഡിഫിബ്രിലേറ്റർ ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഓക്കെ, ഇനി നെക്സ്റ്റ് തെർമോമീറ്റേഴ്സ് ആണ്. തെർമോമീറ്റേഴ്സ് ഇപ്പൊ 3 ടൈപ്പ് തെർമോമീറ്ററിന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിച്ച് നിങ്ങൾ 3 ടൈപ്പുകൾ ഉണ്ട്. നോക്കാം കേട്ടോ. 3 ടൈപ്പുകളാണ്. ഈ സൈഡിൽ നിന്ന് തുടങ്ങാം കേട്ടോ. റൈറ്റ് സൈഡിൽ നിന്ന് നോക്കാം. ഫസ്റ്റ് ഡിജിറ്റൽ തെർമോമീറ്റർ ആണ്. ഡിജിറ്റൽ ഇപ്പൊ നോർമലി നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ഉപയോഗിക്കുന്നത് ഡിജിറ്റൽ തെർമോമീറ്റേഴ്സ് ആണ്. ഇപ്പൊ നമ്മളുടെ വീടുകളിലാണെങ്കിലും
ഡിജിറ്റൽ തെർമോമീറ്റർ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് അല്ലെ. എല്ലാവരുടെയും വീടുകളിൽ മിക്ക വീടുകളിലും ഉണ്ടായിരിക്കും തെർമോമീറ്റർ ഇല്ലേ? നിങ്ങളുടെ വീടുകളിലില്ലേ? ആരുടെയൊക്കെ വീടുകളിലുണ്ട് തെർമോമീറ്റർ? ആരുടെ ഇല്ല? ഉണ്ട് അല്ലെ. ഓക്കെ, നമുക്ക് ഡിജിറ്റൽ ആയിരിക്കും കൂടുതലായിട്ട് നമ്മുടെ വീടുകളിലും. ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഉപയോഗിക്കുന്നത് ഡിജിറ്റൽ തെർമോമീറ്ററുകളാണ്. അതിന്റെ സെക്കൻഡ് തെർമോമീറ്റർ നോക്കിയേ, മെർക്കുറി തെർമോമീറ്റർ. പണ്ട് മെർക്കുറി തെർമോമീറ്റർ ആയിരുന്നു നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴേക്ക് ഉണ്ടായിരുന്നത് ഇല്ലേ? മെർക്കുറിയുടെ ചെറിയൊരു ഹോള് പോലത്തെ ഉണ്ട്. നമ്മള് പനി നോക്കുമ്പോ അതെങ്ങനെ നീങ്ങി ആ ലൈൻ നീങ്ങുന്നത് എവിടെയാണോ അതാണ് നമ്മൾ നോക്കുന്നത്. കണ്ടിട്ടുണ്ടോ നിങ്ങള്? കുറച്ച് കാലഘട്ടങ്ങൾക്ക് മുൻപ് വരെ ഈ ഒരു മെർക്കുറി തെർമോമീറ്റർ ആണ് ഉപയോഗിച്ച് വന്നിരുന്നത്. പിന്നത്തേതാണ് ഫോർഹെഡ് തെർമോമീറ്റർ. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഹോസ്പിറ്റലില്. എനിക്ക് തോന്നുന്നു കൂടുതലും കോവിഡിന്റെ ടൈമിലൊക്കെയാണ് ഈ ഒരു ഫോർഹെഡ് തെർമോമീറ്റർ വെച്ച് നോക്കിയിരുന്നത് ഇല്ലേ? യെസ്, കൊറോണ ടൈമിലൊക്കെ നമ്മള് അല്ലെ ഹോസ്പിറ്റലിൽ കൂടുതലായിട്ടും ഫോർഹെഡ് തെർമോമീറ്റർ ആയിരുന്നു. അപ്പൊ കൃത്യമായിട്ട് നമ്മുടെ ഹെഡിൽ ഇങ്ങനെ നെറ്റിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അതിന്റെ ആ ഒരു എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് പനി എന്നുള്ളത് ഇപ്പോഴും ഉണ്ട്. എങ്കിലും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി അത് ഫെമിലിയർ ആയത് കോവിഡ് ടൈമിലൊക്കെയാണ് ഈ ഫോർഹെഡ് തെർമോമീറ്റർ ഉപയോഗിച്ച് വന്നത് അല്ലെ. ഓക്കെ, അപ്പൊ 3 തെർമോമീറ്ററിന്റെ പിക്ചറുകളൊക്കെ നമ്മളൊന്ന് കണ്ടു. ഇനി താഴെ ഈ തെർമോമീറ്ററുകളെ കുറിച്ചാണ് ഇനി പറയുന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ തെർമോമീറ്റർ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പോരെ? മതിയോ? പെട്ടെന്ന് പറഞ്ഞു പോണില്ല, ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഓരോ ടൈപ്പ് തെർമോമീറ്ററെ കുറിച്ച് പറയാനായിട്ടുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം തെർമോമീറ്റർ. അവിടെ വരെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കൂ. ഓക്കെ, നമ്മള് അടുത്ത ക്ലാസ്സുകളിൽ ബാക്കി മെഡിക്കൽ എക്യുപ്മെന്റ്സ് കംപ്ലീറ്റ് ചെയ്യും. ദെൻ പഠിക്കുക, നന്നായിട്ട് പഠിക്കണം. തേർഡ് ഫോർത്ത് മോഡ്യൂളൊക്കെ ചാപ്റ്റേഴ്സ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കാനുണ്ട്. സോ നന്നായിട്ട് പഠിക്കണം. നിങ്ങള് മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യുക, ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുക അല്ലെ. ഇപ്പൊ ക്ലാസ്സിൽ സ്ട്രെങ്ത് ഒക്കെ കുറഞ്ഞു, പഠിക്കാനാണോ? ഇനി ക്ലാസ്സിൽ കയറാതിരുന്ന് പഠിക്കാനാണോ അല്ലെ? ഡെയിലി കയറുന്ന കുറച്ച് ആളുകൾ മാത്രമായിട്ട് മാറി അല്ലെ. ഓക്കെ, ദെൻ പഠനമൊക്കെ നന്നായിട്ട് പോവാ, ക്ലാസ്സുകളൊക്കെ കാണാം. ദെൻ അതുപോലെ മോക്ക് ടെസ്റ്റ് ഒക്കെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ. മാം, ഒരു സംശയമുണ്ട് മാം. ചോദിച്ചോളൂ. ഡെഫിബ്രിലേറ്റർ ഒന്ന് പറയൂ. എക്യുപ്മെന്റ് ദാറ്റ് ബ്രിങ് ബാക്ക് നോർമൽ ഹാർട്ട് ബീറ്റ്. ഇത് എപ്പോഴാണ് മാം യൂസ് ചെയ്യുന്നത്? ഇപ്പൊ നമ്മുടെ ഹാർട്ട് റേറ്റ് മീൻസ് ഒരു ഹാർട്ട് അറ്റാക്ക് എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഒരു കാർഡിയാക് അറസ്റ്റ് വന്നു, അത് ഹൃദയം നിലച്ചു പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പൊ നോർമൽ ബ്രീത്ത് സാധ്യമല്ല, മീൻസ് നമ്മളൊരു നോർമൽ എങ്ങനെയാണോ അത് സാധ്യമല്ലാത്ത രീതിയിൽ ഇപ്പൊ ഹാർട്ട് നിലച്ചു പോവുക, ചിലപ്പോ നമ്മള് ജീവൻ നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചേക്കാം. സോ ആ ഒരു ടൈമിലാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. സോ ഒരു ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ഒരു പൾസ് കൊടുത്തിട്ട് അപ്പൊ നമ്മള് ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ ആള് പെട്ടെന്ന് ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ ചാടി ഇനി ആ ഒരു ഇത് ബ്രീത്ത് എടുക്കാനായിട്ടുള്ള ഇത് വരുന്നത്. പിന്നെ മാം എന്റെ ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ ആണ് ബി ആയിട്ട് വന്നേക്കുന്നത് കേട്ടോ മാം. മെർക്കുറി അല്ല, ഡിജിറ്റൽ തെർമോമീറ്റേഴ്സ് കഴിഞ്ഞിട്ട്. അതെ അതെ ഐഡന്റിഫൈ ചെയ്യാനായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ, 3 ഏതാണെന്ന്. ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു ഓൾ. താങ്ക് യു മാം. Thank you, ma'am.